അപ്പോൾ ആനക്കുളത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ സമയത്ത് ഇവിടെ ആനയൊന്നും ഇല്ല. വരുവാണെങ്കിൽ അങ്ങ് ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. എൻ്റെ പൊന്നോ, അടിപൊളി സ്ഥലമാണ്. ഇതുപോലുള്ളൊരു സ്ഥലം നമ്മൾ ഈ അടുത്തെങ്കിലും കണ്ടിട്ടില്ല. കാടിന് നടുക്ക് താഴത്ത് ഇറങ്ങി വന്നാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ കിടിലൻ വ്യൂ ആണ്. ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ സമയത്തൊന്നും അങ്ങനെ വരാറില്ലെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത്. ഇവിടെയൊക്കെ ഫുള്ള് ആനപ്പുണ്ടാണ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ മാങ്കുളത്താണ്. മാങ്കുളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടുക്കി ജില്ലയുടെ ഒരു വന്യമായിട്ടുള്ളൊരു സൗന്ദര്യം ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ മാങ്കുളം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 2 ദിവസം മാങ്കുളത്ത് സ്റ്റേ ചെയ്ത് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നമ്മൾ വന്നേക്കുവാണ്. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ദിവസമാണ്. ഞങ്ങളുടെ ഒരു പുരുഷ സ്വയം സഹായ സംഘമുണ്ട്, കിസാൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ആ സംഘത്തിലെ ഒരു 14 മെമ്പേഴ്സും അതുപോലെ നമ്മുടെ ഡ്രൈവറും ഒക്കെ ആയിട്ട് ഒരു 15 പേരാണ് ഞങ്ങളിന്ന് മാങ്കുളത്ത് വന്നിട്ടുള്ളത്. അപ്പം മാങ്കുളത്തേക്കുള്ള ഈ യാത്രാമധ്യയിൽ നമ്മൾ അത്യാവശ്യം നല്ലൊരു തേയിലത്തോട്ടം കണ്ടപ്പോഴത്തേക്ക് ഒരു ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇറങ്ങിയതാണ് കേട്ടോ. മാങ്കുളത്ത് നമ്മൾ സ്റ്റേ അടിക്കാൻ വേണ്ടി ഒരു റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 4:30-5 മണിക്ക് പുറപ്പെട്ട് ഏകദേശം ഒരു 9:10 മണിയോട് കൂടിയാണ് നമ്മളിപ്പോൾ മാങ്കുളത്ത് എത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഫസ്റ്റ് ദിവസത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫസ്റ്റ് പരിപാടി മാങ്കുളത്ത് ഒരു ജീപ്പ് സവാരി എടുക്കുക എന്നുള്ളതാണ്. മാങ്കുളത്തിൻ്റെ അത്യാവശ്യം ഉള്ള ഏരിയകളിലൊക്കെ കാഴ്ചകളൊക്കെ കാണാനും മൊത്തത്തിൽ അതിൻ്റെ ഭംഗി ആസ്വദിക്കണമെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ജീപ്പ് സവാരിയാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ ഒരു ജീപ്പ് സവാരിക്കാരുമായിട്ട് കോൺടാക്ട് ചെയ്ത് നമുക്ക് അത്യാവശ്യം ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ഒരു ജീപ്പ് സവാരി നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് വീഡിയോ നമ്മുടെ ജീപ്പ് സവാരിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്നെ കൂടാതെ ബാക്കി ഒരു 14 പേരും കൂടെ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് വഴിയെ കാണാം. മാങ്കുളത്തു നിന്നാണ് ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യുന്നത്. മാങ്കുളം ഫുള്ളായിട്ട് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നമുക്ക് ജീപ്പ് സവാരി മുഖാന്തരം മാത്രമേ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. ഏകദേശം നമ്മുടെ വരുന്ന വാഹനങ്ങളെല്ലാം ഇവിടെ പാർക്ക് ചെയ്ത് ഇവിടുന്ന് നമ്മൾ ജീപ്പ് സവാരിയായി, അതായത് 8 പേര് വരെ മാക്സിമം നമ്മൾ കൊണ്ടുപോകാറുണ്ട് ഒരു ജീപ്പിൽ. അങ്ങനെ പോയി ഏകദേശം 3 മണിക്കൂറാണ് നമ്മുടെ പ്രോഗ്രാം. പക്ഷേ നിങ്ങളത് കൂടുതലായിട്ട് സ്പെൻഡിങ് ചെയ്ത് ഏകദേശം 4-5 മണിക്കൂർ വരെ സ്പെൻഡിങ് ടൈം നമ്മൾ തരുന്നുണ്ട്. ഫൈനൽ ആനയും കാണിച്ചാണ് നിങ്ങളെ തിരിച്ചിവിടെ സേഫായിട്ട് കൊണ്ടുവരുന്നത്. അത് തന്നെയല്ല നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത എക്സ്പീരിയൻസ് ഡ്രൈവർമാരാണ് കൂടുതൽ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാങ്കുളത്തെത്തി. മാങ്കുളത്ത് നിന്ന് നമ്മുടെ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ 15 പേരാണുള്ളത്. അപ്പോൾ ഈ 2 ജീപ്പുകളിലായിട്ടാണ് നമ്മൾ നമ്മുടെ ഫോറസ്റ്റിലേക്ക് പോകാൻ പോകുന്നത്. അപ്പോൾ ഒന്ന് ഡ്രൈവർമാരായിട്ട് നമ്മുടെ എൽദോസ് ചേട്ടനും അതുപോലെ തന്നെ രാജേഷ് ചേട്ടനും ഉണ്ട്. അപ്പോൾ നമ്മുടെ അജീഷ് ചേട്ടനാണ് ഇതിൻ്റെ ഫുൾ കൺട്രോൾ. അജീഷ് ചേട്ടനാണ്. അപ്പോൾ നമ്മുടെ വണ്ടിയുടെ സാരഥി എൽദോസ് ചേട്ടനാണ്. അപ്പോൾ എൽദോസ് ചേട്ടൻ നമ്മൾ പുറപ്പെടിയല്ലേ? അപ്പോൾ മാങ്കുളം എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ ജീപ്പ് സവാരി മസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജീപ്പ് സവാരി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് വഴിയെ പങ്കുവയ്ക്കാം. നമ്മുടെ ജീപ്പ് സവാരിയുടെ ഫസ്റ്റ് പോയിൻ്റ് ആയിട്ടുള്ള പെരുമ്പംകുത്ത് വെള്ളച്ചാട്ടത്തിലാട്ടോ നമ്മൾ എത്തിയേക്കുന്നത്. അപ്പോൾ ഇവിടെ പഞ്ചായത്തിൻ്റെ ഒരു 10 രൂപ ടിക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇതിലേ വേണം നമുക്ക് പെരുമ്പംകുത്തിലേക്ക് പോകാനായിട്ട്. നമ്മുടെ ജീപ്പ് അവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ വെള്ളച്ചാട്ടത്തിലേക്ക് പോകണം. ഇവിടുത്തെ പൈപ്പ് സംവിധാനമാണ്. വെള്ളച്ചാട്ടത്തിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഈ മുളയിലൂടെയാണ് ഒഴുകി ഇതിലേക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ ഒരു വ്യൂ പോയിൻ്റ് ആണ് കേട്ടോ. ഒരു ബ്രിഡ്ജ് പോലെ വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റും. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും ഈ വെള്ളച്ചാട്ടത്തിലെ വ്യൂ എന്ന് പറഞ്ഞാൽ. മഴക്കാലത്ത് അടിപൊളിയായിരിക്കും. ഇപ്പോഴും അത്യാവശ്യം വെള്ളമുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് ഇതിൻ്റെ മനോഹരമായ വ്യൂ കാണാനായിട്ടുള്ള ഒരു ഗ്യാലറി പോലത്തെ ഒരു സ്ഥലമാണിത്. ഇവിടെ നിന്ന് നമുക്ക് അടിപൊളിയായിട്ട് കാണാൻ പറ്റും. മഴക്കാലത്തൊക്കെ അതിശക്തമായിട്ട് വെള്ളം ഒഴുകുന്ന സ്ഥലമാണ്. അതിമനോഹരമായിരിക്കും. ഇപ്പോഴും കുറച്ച് വെള്ളമുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വ്യൂ തന്നെയാണ്. ചുറ്റും മലനിരകളുള്ള ഒരു ഭാഗത്തു നിന്നാണ് കേട്ടോ വെള്ളം ഉത്ഭവിക്കുന്നത്. നമ്മളിത് ആ ഗ്യാലറിയിൽ നിന്നാണ് നമ്മൾ ആ വെള്ളച്ചാട്ടത്തിൻ്റെ ഭംഗി ആസ്വദിച്ചത്. അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു ചെറിയൊരു വഴിയുണ്ട്. അതിലേ ഇറങ്ങി വരാൻ പറ്റും. മഴക്കാലത്തൊന്നും ഇതിലേ ഒന്നും ഇറങ്ങാൻ പാടില്ല. ഇപ്പോൾ വെള്ളം കുറവായതുകൊണ്ട് നമുക്കിതിലേ ഇറങ്ങാം. താഴത്ത് ഇറങ്ങി വന്നാൽ കിട്ടുന്ന വ്യൂ എന്ന് പറഞ്ഞാൽ അതിമനോഹരമായ വ്യൂ ആണ് കേട്ടോ. വെള്ളച്ചാട്ടത്തിൻ്റെ കിടിലൻ വ്യൂ ആണ്.
ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൈസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിറവത്തെ അരീക്കൽ വാട്ടർഫാൾസ് ഒരു 3-4 കൂടുന്ന വീതിയുണ്ട് കേട്ടോ. അപ്പം അത്ര വീതിയിലാണ് ഇവിടെ വെള്ളം ഒഴുകി വരുന്നത്. അതിമനോഹരമായിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ ഇത്. മഴക്കാലത്തൊന്നും ഈ വെള്ളച്ചാട്ടത്തിലേക്ക് ഇറങ്ങാനോ ഇതിലേക്ക് വരാനൊന്നും പാടില്ലാത്തതാണ്. അപ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ ശക്തമായിട്ട് വെള്ളം ഒഴുകുന്ന ഭാഗമാണ്. ഇതിലേ പോയി നേരെ താഴത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒരു കൊക്ക പോലെയുള്ള സ്ഥലമാണ്. അപ്പോൾ മഴക്കാലത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ അപകടം പിടിച്ച പണിയാണ്. അപ്പോൾ വെള്ളം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ സൈഡിലൊക്കെ ഒന്ന് നിന്നിട്ട് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മളിവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ ജീപ്പിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പോകാം കേട്ടോ. അപ്പോൾ അതായത് നമ്മുടെ ഫസ്റ്റ് പോയിന്റിൽ നിന്ന് നമ്മൾ തിരിച്ച് നമ്മുടെ ജീപ്പിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ കാടിൻ്റെ നടുക്കായിട്ട് ഒരു കുറേ പാറകളൊക്കെ ഉള്ളൊരു ഭാഗത്ത് നമ്മൾ വണ്ടി ഒതുക്കിയേക്കാണ്. ഇവിടെ അത്യാവശ്യം ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയേക്കുവാണ്. അപ്പോൾ ഇത് ചുറ്റിനും കാണുന്നത് ഫോറസ്റ്റ് ആണ്. അപ്പോൾ അതിൻ്റെ നടുക്കൂടെ ഉള്ളൊരു പാതയാണ് കേട്ടോ. ഒരു അടിപൊളി ഓഫ് റോഡ് തന്നെയാണ്. കുറച്ചധികം ഭാഗം നല്ലൊരു ഓഫ് റോഡ് തന്നെയാണ്. അപ്പോൾ കാടിൻ്റെ ആംബിയൻസ് ഒക്കെ നമുക്ക് പരമാവധി ആസ്വദിച്ചുകൊണ്ട് കിട്ടില്ലൊരു ജീപ്പ് സവാരി തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ വേനലായതുകൊണ്ടാണ് ചെറുതായിട്ട് ഡ്രൈ ആയിട്ട് കിടക്കുന്നത്. മഴക്കാലത്തൊക്കെ നല്ല അടിപൊളി ആംബിയൻസ് ആണ്. വെള്ളം നല്ല അടിപൊളിയായിട്ട് ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ ഇതൊക്കെ. അപ്പോൾ അടിപൊളി സ്പോട്ടിലാണ് കേട്ടോ നമ്മൾ വണ്ടി നിർത്തിയേക്കുന്നത്. ഇവിടെ പല സ്ഥലത്തായിട്ട് ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആനപ്പിണ്ടാണ്. അത്യാവശ്യം ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലമാണ്. ഈ സമയത്തൊന്നും അങ്ങനെ വരാറില്ലെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത്. ഇവിടെയൊക്കെ ഫുള്ള് ആനപ്പിണ്ടാണ്. നമ്മുടെ ടീമുകളൊക്കെ കാടിൻ്റെ ആംബിയൻസ് ആസ്വദിച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. നട്ടുച്ചയായതുകൊണ്ട് അത്യാവശ്യം വെയിലുണ്ട്. അപ്പോൾ ഏകദേശം ഒരു മണിക്കൂർ നമ്മൾ ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ഏകദേശം ഒരു ഉച്ചയായിട്ടുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു അടിപൊളി സ്ഥലത്ത് പോയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഉണ്ടാവും പോകുന്ന വഴിയൊക്കെ ആനപ്പിണ്ടാണ്.
പയ്യെ പോകും. ഇടുക്കി കൂടുതലാവുന്നുള്ളൂ. ഫോർ വീൽ ഡ്രൈവ് വണ്ടി മാത്രമേ ഇവിടെ പറ്റുള്ളൂ അല്ലേ? കമാറിനും പോവും. അപ്പൊ ആള് കുറവായിരിക്കും. കൂടുതൽ കയറ്റാണ്. 5 പേരെ കയറ്റുള്ളൂ. 5, 3. അപ്പോൾ നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോണ വഴി ഒരു ചെക്ക് ഡാം കണ്ട് നമ്മൾ നിർത്തിയേക്കുവാണ് കേട്ടോ. 1ാം പ്ലോട്ട് എന്നാണ് ഈ ചെക്ക് ഡാമിൻ്റെ പേര്. അടിപൊളി തണുത്ത വെള്ളമാണെന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടന്മാർ പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ ഒന്ന് മുഖവും കൈയും കാലൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് ഇവിടെ നിർത്തിയേക്കുവാണ്. നല്ല ഐസ് വാട്ടർ പോലത്തെ വെള്ളമാണ് കേട്ടോ. നമുക്കൊന്ന് കയ്യും കാലൊക്കെ ഒന്ന് കഴുകി മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. നല്ല അടിപൊളി ഫ്രഷ്നെസ്സാണ്. ഇപ്പം മലഞ്ചെരുവുകളിൽ നിന്ന് ഒഴുകി വരുന്ന ശുദ്ധമായ വെള്ളമാണിത്. നമ്മളിപ്പോൾ ചെക്ക് ഡാമിൽ നിന്ന് നേരെ വന്ന് ഇറങ്ങുന്നത് ആനക്കുളം ജംഗ്ഷനിലേക്കാണ് കേട്ടോ. കേരളത്തിൽ അത്യാവശ്യം ആനകളുടെ സൈറ്റിങ്സിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ആനക്കുളം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട്. അവിടെയാണ് ആനകൾ പൊതുവിൽ വെള്ളം കുടിക്കാനായിട്ട് വരുന്ന ആ സ്ഥലമാണത്. നമുക്കൊന്ന് അവിടെ പോയി നിന്ന് നോക്കാം. റീൽസിലും യൂട്യൂബ് വീഡിയോസിലൊക്കെ കാണുന്ന ആനക്കുളമാണ് ഈ കാണുന്നത്. ഇവിടെയും ആനപ്പിണ്ടമൊക്കെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ടീമുകളൊക്കെ ഇവിടെ വന്ന് നിൽക്കുവാണ്. അത് ചില സമയത്താണ് ആനകൾ കൂട്ടത്തോടു കൂടി വെള്ളം കുടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ അത്യാവശ്യം വെള്ളത്തിന് ഏറിയ ഉപ്പുരസം പോലെ ഉണ്ടെന്നാണ് നമ്മുടെ ചേട്ടന്മാർ പറഞ്ഞത്. ഈ സൈഡിൽ മൊത്തം ആനപ്പിണ്ടാണ് കേട്ടോ. നിറയെ ആനപ്പിണ്ടാണ് കിടക്കുന്നത്. ഈ ആനക്കുളത്തിൻ്റെ ഈ വെള്ളത്തിൻ്റെ അടിയിൽ നിന്നായിട്ട് ഇങ്ങനെ കൊമളകൾ വരും കേട്ടോ. അത്യാവശ്യം ഉപ്പുരസമുള്ള ഒരു വെള്ളമെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ആനകൾ ഇവിടുത്തെ വെള്ളം കുടിക്കാനായിട്ട് കൂട്ടത്തോടി വരുന്നത്. ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ഉപ്പുരസമാണ്. അപ്പോൾ ഇതിലിങ്ങനെ ഈ വെള്ളത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ കൊമളകൾ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അവിടെ ഒരു ചെറിയൊരു പാർക്കുണ്ട്. അപ്പോൾ അവിടെ ഇരുന്ന് ഈ ആനകൾ വരുന്നത് കാണാനായിട്ടുള്ള ഒരു സൗകര്യമുള്ള ഒരു ചെറിയൊരു പാർക്കുണ്ട്. അവിടെ 20 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയയാണ്. നല്ല അടിപൊളി വ്യൂ ആണ് കേട്ടോ നമുക്കിവിടെ നല്ല കിട്ടുന്നത്. നേരെ ഇപ്പുറത്ത് ഇവിടുത്തെ പിള്ളേരൊക്കെ കളിക്കുന്ന ഒരു വോളിബോൾ കോർട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തെ ഒരു ഓട്ടോ സ്റ്റാൻഡുണ്ട്. അപ്പോൾ ജനങ്ങളും അതുപോലെ തന്നെ മൃഗങ്ങളുമായിട്ട് ഏറ്റവും അടുത്ത് കഴിയുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ആനക്കുളം. അപ്പോൾ ആനക്കുളത്തിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നിലവിൽ ഈ സമയത്ത് ഇവിടെ ആനയൊന്നും ഇല്ല. വരുവാണെങ്കിൽ അങ്ങ് ദൂരത്തുനിന്ന് നമുക്ക് കാണാൻ പറ്റും. അടിപൊളി സ്പോട്ടാണ് കേട്ടോ. നമുക്കിതൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണിത്. ആനക്കുളത്തിൻ്റെ കരയിലായിട്ട് ഈ കാണുന്ന പാറയിൽ കൊത്തി വെച്ചേക്കുന്ന ഈ ചിഹ്നം, ഈ ശംഖിൻ്റെയൊക്കെ ചിഹ്നം നമുക്ക് കണ്ടാൽ ചിലർക്ക് അറിയാവുന്നവർക്കറിയാം. നമ്മുടെ തിരുവിതാംകൂറിൻ്റെ ശംഖിൻ്റെ ചിഹ്നവും അതുപോലെ തന്നെ എറണാകുളത്തിൻ്റെ ചിഹ്നമാണ് കേട്ടോ കാണുന്നത്. 2 നാട്ടുരാജ്യത്തിൻ്റെ അതിർത്തിയായിരുന്നു ഈ ആനക്കുളം. ഒന്ന് ഈ കാണുന്നത് തിരുവിതാംകൂറിൻ്റെയും അതുപോലെ തന്നെ ഇത് കൊച്ചി രാജ്യത്തിൻ്റെയും.
രാജഭരണകാലത്ത് ഇത് 2 രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ഇത് 2 ജില്ലകളാണ്. ഇത് എറണാകുളം ജില്ലയുടെയും ഇത് ഇടുക്കി ജില്ലയുടെയും ഭാഗമാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു അരമണിക്കൂറോളം നമ്മൾ വെയിറ്റ് ചെയ്ത് നോക്കി. അപ്പോൾ ആനയൊന്നും വരുന്നില്ല. നമ്മളപ്പോൾ അടുത്ത ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് പോകണം. നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആ സ്പോട്ടിലേക്ക് നമ്മൾ പോകണം. എൻ്റെ മോനെ അടിപൊളി സ്പോട്ടിലാട്ടോ നമ്മൾ വന്നത്. നമ്മളിപ്പോൾ ഇത് കാടിനുള്ളിലായിട്ടുള്ളൊരു സ്പോട്ടിലാട്ടോ വന്നേക്കുന്നത്. നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നേക്കാണ്. എൻ്റെ പൊന്നോ അടിപൊളി സ്ഥലമാണ്. ഇതുപോലുള്ളൊരു സ്ഥലം നമ്മൾ ഈ അടുത്തെങ്ങും കണ്ടിട്ടില്ല. കാടിന് നടുക്ക് ഇതേതോ പുഴ ഒഴുകി വരുന്നതാണ്. ഇപ്പോൾ വെള്ളമില്ലാത്തത് കൊണ്ട് നിറയെ പാറക്കൂട്ടങ്ങളാണ്. കുറച്ച് ഭാഗത്ത് അവിടെ ഒരു വെള്ളച്ചാട്ടം പോലത്തേക്കുള്ള ചെറിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ സൈഡിൽ കൂടെയൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട്. അടിപൊളി സ്പോട്ടാണ്. കാടിന് നടുക്കാണ് കേട്ടോ. അതായത് നമ്മുടെ ആനക്കുളത്തിൻ്റെയൊക്കെ വേറൊരു ഭാഗമായിട്ട് വരും ഈ കാണുന്നത്. അങ്ങനെ കാടിന് നടുവിൽ കാട്ടുചോലക്കരിയിലിരുന്ന് ഉച്ചഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ നേരെ പോയത് ഈ യാത്രയുടെ അവസാന പോയിൻ്റായിട്ടുള്ള 33 വെള്ളച്ചാട്ടത്തിലേക്കാണ്. മാങ്കുളത്തെ ഏറ്റവും മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ് 33 വെള്ളച്ചാട്ടം. പണ്ട് 33 കുടുംബങ്ങൾക്ക് പതിച്ചു കൊടുത്ത പ്രദേശമായതുകൊണ്ടാണത്രേ ഇവിടെ 33 എന്നറിയപ്പെടുന്നത്. കാടിൻ്റെ വന്യതയിലും ശാന്തതയിലും സുരക്ഷിതമായി കുളിക്കാൻ കഴിയുന്ന മനോഹരമായൊരു വെള്ളച്ചാട്ടം തന്നെയാണിത്. വെള്ളം താഴേക്ക് ശക്തിയിൽ പതിക്കുന്ന ഭാഗത്ത് മാത്രം ഒരു ചെറിയ കുഴിയുണ്ടെന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ ഭാഗവും സുരക്ഷിതമായി കുളിക്കാൻ കഴിയുന്ന വെള്ളച്ചാട്ടമാണിത്. വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തുവരെ വാഹനം എത്തുമെങ്കിലും ജീപ്പ് പോലെയുള്ള വാഹനങ്ങളിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയൂ. മാൻകുളം ആനക്കുളം റൂട്ടിൽ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം 2 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാലാണ് നമുക്ക് 33 വെള്ളച്ചാട്ടത്തിലേക്ക് എത്താൻ സാധിക്കുക. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മാങ്കുളത്തെ ഇന്നത്തെ ജീപ്പ് സവാരിയൊക്കെ കഴിഞ്ഞ് നമ്മൾ സ്റ്റേ അടിക്കുന്ന റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. അടിപൊളി ഒരു റിസോർട്ട് തന്നെയാണ്. അതുപോലെ ഇന്നത്തെ നമ്മുടെ ജീപ്പ് സവാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കിടിലൻ എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ജീപ്പ് സവാരി പോകാനായിട്ട് താല്പര്യമുണ്ടെങ്കിൽ, മാങ്കുളത്തെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ടൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ജീപ്പ് സവാരിയുടെ ഡീറ്റെയിൽസും അവരുടെ കോൺടാക്ട് നമ്പറും ഒക്കെ നമ്മൾ കമൻറ്റ് ബോക്സിലും അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ വീഡിയോ കണ്ടിട്ട് വരുവാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേക ഓഫറുകളും അതുപോലെ തന്നെ സാധാരണ പോകാത്ത പ്രത്യേകിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊണ്ട് അവർ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അവരുടെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മളിന്ന് സ്റ്റേ അടിക്കുന്ന റിസോർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അതിമനോഹരമായിട്ടുള്ള റിസോർട്ടാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോയും നമ്മൾ അടുത്ത ദിവസം തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഫാമിലിയായിട്ടോ ഫ്രണ്ട്സും ആയിട്ടൊക്കെ നിങ്ങൾക്ക് ഒരു ദിവസം വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു കിടിലൻ റിസോർട്ട് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ തന്നെ കണ്ടുമുട്ടാവുന്ന പ്രതീക്ഷയോടെ നമ്മുടെ ചങ്കുകൾക്കൊപ്പം സബീർ ഇബ്രാഹിം മഹാരാജാസ്.